അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, സമസ്ത പൊതുപരീക്ഷ 10ാം തരത്തിലെ ലിസാനുൽ ഖുർആനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയാണ് പറയാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1, മയ്യിസ് സഹീഹ ബി അലാമത്തി, ശരിക്ക് ശരി അടയാളമിടുക. അതിൽ 5 ചോദ്യങ്ങളാണ്. 1, അൽ ലാസിമു എന്ന് പറഞ്ഞാൽ ലാ തംഷി. 2, അൽ ബദലു റഗീഫുൻ സുൽസുഹു. 3, അൽ ഹാലു ലാ തഅക്കുലു മുത്തക്കിയൻ. 4, അൽ അലമു കതബ ഖാലിദുൻ. 5, അൽ മുലാഫു ബൈത്തുല്ലാഹി. സെക്ഷൻ 2, ഉക്തുബിൽ ഖതഅ സഹീഹൻ, തെറ്റിനെ ശരിയാക്കുക. 1, ലൻ യർലയ എന്നാണുള്ളത്, അതിന് ശരിയാക്കുമ്പം ലൻ യർല എന്നാകും. 2, ദഹബ ഇലാ ബൈത്തി അഖീക ഉമ്മുക, അതിന് ശരിയാക്കുമ്പോൾ ദഹബത്തു ഇലാ ബൈത്തി അഖീക ഉമ്മുക എന്നാകും. സെക്ഷൻ 3, കമ്മിൽ ബിൽ മുനാസിബി, ശരിയായതെടുത്ത് യോജിപ്പിക്കുക. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായതെടുത്ത് യോജിപ്പിക്കുവാനാണ് പറയുന്നത്. 1, അൽ വലദു സാലിഹു യദ്ഉ ലിഅബവൈഹി, സാലിഹായ സന്താനം എന്ന് പറഞ്ഞാൽ അവൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാകുന്നു. 2, അൽ കഅബത്തു ഷരീഫത്തു ഖിബ്ലത്തുന, കഅബ ഷരീഫാണ് നമ്മുടെ കിബില. 3, ഹുമുല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അവർ അദൃശ്യകാര്യങ്ങളെ വിശ്വസിക്കുന്നവരാകുന്നു. മുഅ്മിനീങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അദൃശ്യകാര്യങ്ങൾ, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്നവരാകുന്നു. 4, ഇലല്ലാഹി മർജിഉക്കും, അള്ളാഹുവിലേക്കാണ് നിങ്ങളുടെ ഒക്കെ മടക്കം. 5, ലാ തഅക്കുലു മുത്തക്കിയൻ. സെക്ഷൻ 4, കമ്മിലിൽ ബൈത്ത, ഒരു ബൈത്തിനെ പൂർത്തിയാക്കാനാണ് പറയുന്നത്. 1, അലാമത്തുൽ ഫീലിൽ മുഅദ്ദ അന്തസിൽ ഗൈരി മസ്ദരിൻ ബിഹി നഹ്വു അമിൽ. 2, നഅതാനി തൗകീദാനി കുല്ലു ബാദലിൻ അത്ഫാനി ഫിൽ ഇറാബി മിസ്ലുൽ അവ്വലി. സെക്ഷൻ 5, ഹർരിക് മാ യഅതി, താഴെ പറയുന്ന പദങ്ങൾക്ക് ഹർക്കത്ത് നൽകുക. ഇവിടെ ഹർക്കത്തില്ലാതെയാണ് എഴുതിയിട്ടുള്ളത്. ഒന്നാമത്തത് ഹാദാ കൽബുക ഇഹ്ബിസുഹു ഇഹ്ബിസുഹു. 2, ലാ തഖ്റഉൽ ഖുർആന നായിസൻ, ഈ ഉറക്കം തൂങ്ങുന്നവനായി ഖുർആൻ പാരായണം ചെയ്യരുത്. 3, അജ്ലസ്തുർ റജുല അലൽ കുർസിയി, ഞാൻ യുവാവിനെ ഇരിപ്പിടത്തിലിരുത്തി. 4, ഫമസഹ റഅസഹു ജമീഅഹു, അവൻ അവൻ്റെ തല മുഴുവനായും തടവി. സെക്ഷൻ 6, ഇക്തഷിഫി ഷാദ, ഇതിൽ നിന്ന് ഷാദായ ലഫ്ളിനെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. 1, നളുഫ സാല ഹസന, ഹസന എന്നുള്ളതാണ് ഷാദായ ഫീൽ. 2, സൈനുൽ ആബിദീൻ അസദുല്ലാഹി അബൂ താലിബ്, അബൂ താലിബാണ് ഷാദായത്. 3, അൽ മുസ്ലിമൂന തഷ്കുറൂന യൻസുറൂന, അതിൽ അൽ മുസ്ലിമൂന എന്നുള്ളതാണ്. 4, യക്റഹു യൻസുറു യുഗ്സലു, അതിൽ യുഗ്സലാണ് ഷാദായത്. സെക്ഷൻ 7, റത്തിബുൽ കലിമാത, ഓർഡറിലാക്കാനാണ് പറയുന്നത്. കതബ ജുനൈദുൻ ഇലാ അഖീഹി റിസാലതൻ, ജുനൈദ് അവൻ്റെ സഹോദരന് ഒരു കത്തയച്ചു. 2, ഹാഉലായി ബനാതി ഇൻ കുന്തും ഫായിലീൻ, ഇത് ലൂത്ത് നബി അലൈഹിസ്സലാം അവിടെ വന്ന ശത്രുക്കളോട് പറഞ്ഞതാണ്, ലൂത്ത് നബിയുടെ ജനങ്ങളോട് പറഞ്ഞതാണ്. ഹാഉലായി ബനാതി ഇൻ കുന്തും ഫായിലീൻ, മലക്കുകൾ ആ നാട്ടിലേക്ക് വന്നപ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാം ജനതയോട് പറഞ്ഞതാണ്, നിങ്ങൾ എൻ്റെ പെൺമക്കളെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ, ഇവരെ വിടുക എന്ന് ലൂത്ത് നബി പറഞ്ഞ ഒരു ചരിത്രമാണ് ഇതിൽ പറയുന്നത്. ഇനി സെക്ഷൻ 8, ഉക്തുബിൽ കലിമാത മിനൽ ജുമലി താലിയതി ഫിൽ ജദാവലിൽ മുനാസിബി,
താഴെ പറയുന്ന വാചകങ്ങളിൽ നിന്ന് യോജിച്ചവയെ എടുത്തെഴുതുക. 1. റഅയ്തു സബ്അ ബഖറാത്തിൻ സിമാനിൻ. താഴെ കുറേ കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ കോളങ്ങളിൽ നിന്ന് ശരിയായതെടുത്ത് മുകളിൽ പൂരിപ്പിക്കാനാണ് പറയുന്നത്. പൂരിപ്പിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകും എന്ന് വെച്ചാൽ, റഅയ്തു സബ്അ ബഖറാത്തിൻ സിമാനിൻ. യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് സ്വപ്നം കണ്ട ആൾ പറഞ്ഞതാണ്, ഞാൻ 7 തടിയുള്ള പശുക്കളെ കണ്ടിരിക്കുന്നു. 2. ബിഅതു സയ്യാറത്തൻ ഖദീമത്തൻ. ഞാൻ പഴയ ഒരു കാറിനെ വിറ്റു. അവിടെ ശരിയായതെടുത്ത് ഈ സയ്യാറത്ത് എന്നുള്ളത് ശരിയായതാണ്, അത് എഴുതിയിട്ടുണ്ട്. 3. ലാ തംശി ഫിൽ അർളി മർഹ. നീ ഭൂമിയിൽ അഹങ്കാരത്തോടു കൂടി നടക്കരുത്. അവിടെ മറഹൻ എന്നുള്ളതാണ് വിട്ടുപോയിട്ടുണ്ടായത്, ശരിയാക്കിയിട്ടുണ്ട്. സെക്ഷൻ 9. അജീബ്, ഉത്തരം എഴുതുക. ഉക്തുബ് ഖംസത മിമ്മ യുറബ് ബിൽ അലാമത്തിൽ ഫുറൂഇയ്യ. 1. അസ്മാഉ സിത്തയാണ്. മുസന്ന, ജമ്മു മുദക്കർ സാലിം, ജമ്മുൽ മുഅന്നസ് സാലിം, ഗൈറു മുൻസരിഫ്, അൽ അംസിലത്തുൽ ഖംസ, അൽ ഫീലുൽ മുഅ്തല്ലിൽ ആഖിർ. 2. അക്സാമുൽ ബദലി കം ഹിയ. ബദൽ എത്ര വിധമുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അത് അർബഅത്തുൻ 4 എണ്ണമാണ്. 1. ബദലു കുല്ലും മിൻ കുല്ലിൻ. 2. ബദലു ബഅദിൻ മിൻ കുല്ലിൻ. 3. ബദലുൽ ഇസ്തിമാലി. 4. അൽ ബദലുൽ മുബായിനു ലിൽ മുബ്ദലി മിൻഹു. 3. ഉക്തുബ് ഖംസത മിൻ അക്സാമിൽ മഅരിഫ. മഅരിഫയുടെ വകുപ്പുകളിൽ നിന്ന് 5 എണ്ണം എഴുതുക. 1. ലമായിർ. 2. അലം. 3. അസ്മാഉൽ ഇഷാറത്തി. 4. അൽ മൗസൂലു. 5. അൽ മുഅറഫു ബിൽ അലിഫി വൽ ലാമി. 6. അൽ മുളാഫു ഇലാ വാഹിദി മിമ്മാ ദുകിറ. ഇത്രയും കാര്യങ്ങളായിരുന്നു 10ാം തരത്തിലെ ലിസാനുൽ ഖുർആനിൽ നിന്ന് പൊതുപരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനായി വന്നിട്ടുണ്ടായിരുന്നത്. വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പാഠഭാഗങ്ങളും മുമ്പ് കഴിഞ്ഞു പോയ വർഷങ്ങളിൽ നടന്ന പൊതുപരീക്ഷയുടെ ക്വസ്റ്റ്യനൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷയ്ക്ക് തയ്യാറാക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് അല്ലാഹു നമ്മളെല്ലാ വിജയവും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.